അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ദേഷ്യപ്പെടുന്ന പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും ഫോട്ടോയിൽ നോക്കിയിട്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര തെറ്റിദ്ധരിച്ച് പോകുന്നുണ്ട്. ഓ ശ്രുതിക്ക് ശ്രുതിയോട് വെറുപ്പായി തുടങ്ങി എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ചന്ദ്ര പോയി കളയുമ്പോഴാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ശ്രദ്ധിക്കില്ല. ശ്രുതിയാണെങ്കിൽ പിന്നീട് പറയേണ്ടത് എനിക്ക് നീ ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ രേവതി പൂക്കച്ചവടമായിട്ട് പോണ സമയത്ത് നമ്മുടെ ആര്യനും ദേവും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോകുന്നത് കാണുന്നുണ്ട്. ഇവള് കാണുമ്പോൾ ആകെ ഞെട്ടുണ്ട്. നമ്മുടെ ദേവു ആരുടെപ്പായി വണ്ടിയിൽ പോണത്. അരുണാണെങ്കിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രേവതിക്കാണെങ്കിൽ വല്ലാതെ വിഷമമുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ചന്ദ്രഭാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സുധിയെ കൊണ്ട് വേറെ ഒരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാമ ചോദിക്കുന്നുണ്ട് അതിന് സുധി സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ്റെ സമ്മതമൊക്കെ ഞാൻ നേടിയെടുക്കും. അവൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രുതിയൊക്കെ. അവനിപ്പോൾ എന്തായാലും ശ്രുതിയോട് നല്ല വെറുപ്പായി തുടങ്ങിയിരുന്നു. എന്തായാലും ഞാൻ നല്ലൊരു പെൺകുട്ടിയെ പൈസക്കാരെ പെൺകുട്ടിയെ കണ്ടിട്ട് അവനെ ഞാൻ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭാമ പറയുന്നത് നീ ആലോചിച്ച് ചെയ്യ്, പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ അരുണും ദേവും ഇങ്ങനെ പിന്നെയും വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ഒരാൾ സംസാരിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്ത് വണ്ടിയുടെ അധികം പാസ്സാവുന്നുണ്ട്. നമ്മുടെ സച്ചി ആണെങ്കിൽ ഇവരെ കണ്ടിട്ട് വീണ്ടും ഞെട്ടുണ്ട്. ദേവു ഈ പോലീസ് ഓഫീസറുടെ ഒപ്പം എന്താ നടക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.